ഹലോ. പൂജാമുറിയിൽ വിളക്ക് കത്തുന്നത് കണ്ടപ്പോൾ ഇന്ന് നല്ല ദിവസമാവണേന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ ഞാൻ വാതിൽ തുറന്നത്. നോക്കിയപ്പോൾ നല്ലൊരു മഴ തോർന്ന ഒരു പ്രതീതി കേട്ടോ. നല്ലൊരു മഴ കഴിഞ്ഞ് നിൽക്കുകയാണ്. ചെറുതായിട്ട് ചാറ്റലൊക്കെ ഉണ്ട്. എന്നാലും അടിപൊളി മഴ തലേ ദിവസം നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കാലാവസ്ഥ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെക്കന്മാർ കളി ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് വാടകയ്ക്കൊരു വീടൊക്കെ എടുത്തിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കോലാഹലങ്ങളൊക്കെ അവിടെ കേൾക്കാണ്ട് അങ്ങനെ അടുക്കളയിൽ പോയിട്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചു. കുഞ്ഞിന് പാൽ കൊടുക്കാനുള്ളത് കാരണം ഞാനും ഹെൽത്തി ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കാച്ചി. അപ്പോൾ നോക്കുമ്പോൾ അമ്മ അടുപ്പത്ത് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോഴേക്കും അമ്മ ചായക്കടിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്പോൾ കറിയാണ് അടുപ്പത്തിരിക്കുന്നത് കേട്ടോ. ദോശയ്ക്കുള്ള സാമ്പാറാണ് വയ്ക്കുന്നത്. അപ്പോൾ അമ്മ പുളി ഒഴിക്കുകയാണ്. അങ്ങനെ കറിയൊക്കെ വെന്ത് ഒക്കെ ഒന്ന് സെറ്റാവട്ടെ. ഏട്ടന് കൊണ്ടുപോകാൻ ഫുഡ് വേണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഒക്കെ ആവും. അങ്ങനെ നോക്കുമ്പോണ്ട് സോറി കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഹാളിൽ അച്ഛൻ്റെയും മോളുടെയും സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ പോയി നോക്കിയപ്പോൾ രണ്ടാളും ഭയങ്കര കളിയാണ്. രണ്ടുപേരും ഫുട്ബോൾ ഇരുന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ടി വി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ടി വി ഒന്നും കാണിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ തന്നെ ടി വി കാണിച്ചു കൊടുത്താൽ കണ്ണിനൊക്കെ കേടല്ലേ. അപ്പോൾ അങ്ങനെ കാണിക്കാറില്ല. എന്നാലും ഏട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഞാൻ കൊടുക്കാറുണ്ട്, കിട്ടാറില്ലല്ലോ. അങ്ങനെ ചായയുടെയും എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഏട്ടന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുത്ത് അവർ പോവാറായി. ബാക്കി വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല, അറിയാമല്ലോ കുഞ്ഞുള്ള കാരണം. അങ്ങനെ അച്ഛന് വളാഞ്ചേരി പോകാനുണ്ടായിരുന്നു കേട്ടോ. കണ്ണ് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ സിറ്റിംഗാണ്. അച്ഛന് കണ്ണിലെന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അച്ഛനെയും കൂട്ടിയിട്ടാണ് ഏട്ടൻ പോണത്. പിന്നെ ഏട്ടൻ അവിടുന്ന് വളാഞ്ചേരിയിൽ നിന്ന് എടപ്പാളിലേക്ക് പോവും, വർക്കിന് പോവും. അങ്ങനെ അവരൊക്കെ പോയി. ഇപ്പം ഞാനും അമ്മയാണ് വീട്ടിലുള്ളത്. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ ചോദിച്ചതാണ് എന്താ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചക്ക കൂട്ടാനുണ്ടാക്കിയാലോ, ചക്കപ്പുഴുക്ക് എന്ന് പറയും. അപ്പോൾ അതുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അടുത്ത വീട്ടിൽ പോയി ചക്ക ഇട്ട് കൊണ്ട് വന്നു. അപ്പോൾ അത് വെട്ടി നുറുക്കി കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ കൺമണി ഭയങ്കര സഹകരണമായതുകൊണ്ട് അതിനൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അമ്മ തന്നെ വെട്ടി നുറുക്കി കുറച്ചെങ്ങോട്ടോ ഞാൻ നുറുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവൾ ഉറങ്ങുന്ന ടൈമിൽ. പിന്നെ നീറ്റപ്പോൾ ഒന്നിനും പറ്റില്ല. അങ്ങനെ അമ്മ ഒക്കെ വെട്ടി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. തേങ്ങ, ഉള്ളി, നല്ല ജീരകം ഒക്കെ ഇട്ടിട്ട് അരപ്പ് റെഡിയാക്കുകയാണ്. വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പൊഴിക്കും. അതാണ്. ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോഴും ആളെൻ്റെ ഒക്കത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ കൺമണി. അവളോട് സംസാരിക്കുകയാണ് അമ്മ. സൗണ്ട് കേട്ടിട്ട് പേടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചക്ക വെന്തു, തേങ്ങ ഒഴിച്ചു, കൂട്ടൊഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ പുഴുക്കാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ചക്ക കഴിച്ചാൽ ഗ്യാസ് കയറും എന്ന് വിചാരിച്ചിട്ട് ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടും ചക്ക ഞാൻ ഒഴിവാക്കി. കാരണം കുട്ടിക്ക് ഗ്യാസ് കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പാൽ കൊടുക്കാനുള്ളതല്ലേ, ഗ്യാസ് കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചക്ക കംപ്ലീറ്റ് ഒഴിവാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തു, ചായ ഉണ്ടാക്കി. അതിനിടയിൽ കൂടെ ചായ ഉണ്ടാക്കി കടുക് പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ. കറിവേപ്പില എടുത്ത് വെച്ചിരുന്ന അമ്മ ആവശ്യം നേരത്തെ അത് കാണാനില്ല, അതിൻ്റെ ഒരു ബഹളമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ കറിവേപ്പില എടുത്തുകൊടുന്ന് പൊട്ടിച്ചൊഴിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എടുത്തു വെച്ച സാധനം കാണാതാവുക പെട്ടെന്ന്? അങ്ങനെ പിന്നെ ഞാൻ ചക്കപ്പുഴുക്ക് റെഡിയാക്കിയതൊക്കെ ഞാനെടുത്ത് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളക്കൊളുത്തുന്ന നേരമാണ്. അപ്പോൾ അമ്മ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫാക്കുന്നുണ്ട്. ഞാൻ ഇതെടുത്തിട്ട് തിരിഞ്ഞപ്പോഴേക്കും അമ്മ ലൈറ്റ് ഓഫാക്കി. ഞാൻ അടുക്കളയിലുള്ള കാര്യം അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പുഴുക്കാണ് ഞാൻ കഴിക്കുന്നത്.
ചക്കക്കാലമൊക്കെ കഴിയാറായി. എന്നിട്ട് ഞാനാണ് അവസാനം ചക്കപ്പുഴുക്ക് തിന്നണത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്കപ്പുഴുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൺമണീനെയാണ് നോക്കുന്നത്. കൺമണി അവൾ ഉറങ്ങിയ ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. കട്ടൻ ചായയും ചക്കപ്പുഴുക്കും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ കൂടണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ.